ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി സോയാബീൻ കറിയാണ്. അപ്പോൾ ആദ്യം തന്നെ സോയാബീൻ കഴുകി വൃത്തിയാക്കി ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്യണേ. ഞാൻ 1 കപ്പ് സോയാബീനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യമായ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, തക്കാളി. ഇനിയൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. പച്ചമുളകും ഇട്ട് കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം. ശേഷം നമുക്കൊന്ന് മൂടി വെച്ചിട്ടൊരു 5 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. അങ്ങനെ നമുക്ക് തക്കാളി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. പിന്നെ അതിനുശേഷം നമുക്ക് മാറ്റി വെച്ച സോയാബീൻ ഇട്ട് കൊടുക്കാം. സോയാബീനിലെ വെള്ളമൊക്കെ മുഴുവനായിട്ട് നല്ലോണം പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എങ്കിലും മാത്രമേ നമുക്ക് അതിലേക്ക് മസാല നന്നായി പിടിച്ചു കിട്ടൂ. അതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞളും കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമായ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇറച്ചി മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിതിൽ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി അതൊന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചാൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കുക. അതിലേക്കൊരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം കുറച്ച് മല്ലിച്ചപ്പും കൂടി ആഡ് ചെയ്ത് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കുക. ചപ്പാത്തിയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു കറി. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.